മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. യേശുവിലൂടെ ഏറ്റവും നല്ല പ്രവർത്തനം ഇന്നത്തെ ദിവസത്തിൽ കാഴ്ചവെക്കാൻ ഈശോ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സഹായവും നമുക്ക് അപേക്ഷിക്കാം. ഈയൊരു വചന വിചിന്തനത്തിലൂടെ, പ്രഭാത വിരുന്നിലൂടെ പരിശുദ്ധമ്മ വചനത്തെ ഉദരത്തിൽ സംവഹിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ വചനം സംവഹിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കൊന്ന് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ വചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അങ്ങനെ പരിശുദ്ധാത്മ ശക്തിയോടുകൂടി നമുക്ക് വചനം ആഴത്തിൽ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വചന വിചിന്തനത്തിൽ, പ്രഭാത വിരുന്നിൽ ഒരു പ്രത്യേക നിയോഗം വെക്കുന്നത്, നിങ്ങളുടെയൊക്കെ അറിവിൽ ആരെങ്കിലും രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ കഴിയുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവരെല്ലാവരും വ്യക്തിപരമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും വളരെ മോശാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന, വീടുകളിൽ കഴിയുന്നവർ ഓർത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 7-ാം വാക്യവും അതുപോലെ 8ഉം 9-ാം വാക്യമാണ്. ഈ വചനത്തിൽ വായിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മളിത് ഈ വചനം 6-ാം അധ്യായം എന്ന് പറഞ്ഞാൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന വചനഭാഗമാണ്. അത് എല്ലാം വായിക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രം, നമുക്ക് വിചിന്തനം ചെയ്യാൻ ആവശ്യമുള്ള ഭാഗം മാത്രമാണ് വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് വചനഭാഗം. യേശു 5 അപ്പം
5000-ത്തിലധികം പേർക്ക് വിഭജിച്ച് നൽകുന്ന വചനഭാഗം നമുക്കെല്ലാം സുപരിചിതമാണ്. ഇവിടെ ഈ ഒരു വചനത്തിലെ 2-3 വാക്യങ്ങൾ മാത്രം പീലിപ്പോസും അന്ത്രയോസിൻ്റെയും കമൻറ്റുകൾ, അവരുടെ അഭിപ്രായങ്ങൾ അവരറിയിക്കുകയാണ്. ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവിടെ പീലിപ്പോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഷെയറിങ്, അവരെ പങ്കുവെക്കൽ, അവരുടെ അഭിപ്രായം, അത് മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ്. 2 ക്യാരക്ടേഴ്സ് നമുക്കറിയാം. ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട 2 പേരാണല്ലോ പീലിപ്പോസും അന്ത്രയോസും. അങ്ങനെ ഇവർ 2 പേരും 2 ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. യേശു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീലിപ്പോസേ നീ പറയുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അന്ത്രയോസിനോട് ചോദിക്കുന്നില്ല, പക്ഷെ അന്ത്രയോസ് കയറി ഇങ്ങനെ പറയുകയാണ്, നമുക്കിങ്ങനെ ചെയ്യാം കർത്താവേ എന്ന്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള 2 കാര്യങ്ങൾ ഇവിടെ പീലിപ്പോസും അന്ത്രയോസും 2 പേരും 2 സാധ്യതകളാണ്. ഇവിടെ കമൻറ്റ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നമ്മളെടുത്ത് അവരെ പ്രത്യേകം മാറ്റി നിർത്തി ഒന്ന് വിശകലനം ചെയ്യുമ്പോഴേക്കും 2 പേര്, ഒന്നാമത്തേത് പീലിപ്പോസ് പറയുന്നത് എന്താണ്? ഈശോയെ, ഇവർക്ക് കുറച്ചെങ്കിലും വയറ് നിറയണമെന്നുണ്ടെങ്കിൽ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും മതിയായില്ല. അതായിരുന്നു പീലിപ്പോസിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ പീലിപ്പോസ് ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യം. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെയാണ് അന്ത്രയോസ് പറയുന്നത്, യേശുവേ, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവുമുണ്ട്. രണ്ടാമത്തെ സാധ്യത. ഇവിടെ നമ്മളിത് വിചിന്തനം ചെയ്യാനുള്ള കാരണം ഇതിലാരാണ് ബെറ്റർ എന്നാണ്. ഇത് പീലിപ്പോസ് ആണോ ഒരു ബെറ്റർ കമൻറ്റ് നൽകിയത്? അന്ത്രയോസ് ആണോ ഒരു ബെറ്റർ കമൻറ്റ് നൽകിയത്? വചനം നമ്മൾ വായിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന്, എങ്കിലും അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ യേശുനാഥൻ പലപ്പോഴും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പലതും ചോദിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഏതാണോ വിശ്വാസത്തിൽ ഊന്നിയ ബെറ്റർ കമൻറ്റ് എന്തായിരിക്കും? അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഇവിടെ അന്ത്രയോസ് പറയുന്നുണ്ട്, ഇത് 200 ധനാറയ്ക്കുള്ള അപ്പം പോലും പോരാ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പീലിപ്പോസിനെ മോശമാക്കി കാട്ടുകയല്ല, എങ്കിൽ പോലും മനസ്സിൽ തോന്നിപ്പോകുന്നൊരു കാര്യമാണ്, അതൊരു തരത്തിൽ ഒരു കൈ കഴുകലായിരുന്നില്ലേ അല്ലേ? അത് കൈ കഴുകി നമ്മളങ്ങോട്ട് ഒഴിഞ്ഞ് കൊടുത്ത്, കാരണം നമുക്കൊന്നും ചെയ്യാനില്ല യേശുവേ, നമുക്ക് എന്ത് ചെയ്യാനാണ്, അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ 200 ധനാറയും ഇല്ല, അത് പട്ടണത്തിൽ പോയി മേടിക്കാനുള്ള സൗകര്യവും നമുക്കില്ല, നമുക്ക് അവരെ പറഞ്ഞു വിടാം. അതൊരു തരത്തിലൊരു പീലാത്തോസിൻ്റെ കൈകഴുകൽ പോലെയുള്ളൊരു കൈകഴുകലായിരുന്നില്ലേ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വന്നുപോയി. പീലിപ്പോസിനെ മോശമാക്കി കാട്ടാൻ പറയുന്നതല്ലെങ്കിൽ പോലും അതൊരു കൈകഴുകലായിരുന്നു, നമുക്കൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥ. പക്ഷേ രണ്ടാമത്തെ ക്യാരക്ടർ അന്ത്രയോസ് പറയുന്നുണ്ട്, ഈശോയെ, ഇവിടെ 5 അപ്പവും 2 മത്സ്യവുമുള്ള ഒരു ബാലനുണ്ട്. ഈ 5000-ൽ പരം വരുന്ന പുരുഷന്മാർ, സ്ത്രീകൾ വേറെ, കുട്ടികൾ വേറെ. ഇപ്പം ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് വേണ്ടി 5 അപ്പവും 2 മത്സ്യവും എന്താകാനാണ്? പക്ഷെങ്കിൽ പോലും അന്ത്രയോസ് പറയുന്നത്, ഈശോയെ, ഇവിടെ ഒരു സാധ്യതയില്ലേ? സാധ്യത എന്ന് വെച്ചാൽ 5ഉം 5000വും തമ്മിൽ എന്ത് വലിയൊരു വ്യത്യാസമാണുള്ളത്, പർവ്വതതുല്യമായ വ്യത്യാസമാണുള്ളത് അല്ലേ? അപ്പോഴേക്കും യേശുനാഥൻ്റെ കയ്യിലേക്ക് 5 അപ്പം കൊടുത്താൽ എന്തെങ്കിലും സാധ്യതയുണ്ടാകും ഒരു മാറ്റത്തിന് എന്ന് അന്ത്രയോസ് ഉള്ളിൽ കരുതിയിട്ടുണ്ടാകാം. അപ്പോൾ പീലിപ്പോസ് ഒരു തരത്തിൽ ഒരു കൈ ഒഴിയുന്ന സ്വഭാവവും, അന്ത്രയോസ് നേരെ വിപരീതം, ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യത യേശുവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ഉള്ളിലെ വിശ്വാസം.
എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോഴും അന്ത്രയോസ് മനസ്സിൽ കരുതിയ വേറൊരു കാര്യമുണ്ടാകാം. കർത്താവിന് കുറച്ചു മതി. അതായത് യേശു തമ്പുരാന് എന്തെങ്കിലും മാറ്റം അവിടെ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ കൂടിയിരിക്കുന്ന 5000-ൽ പരം വരുന്ന ജനതയുടെ വയറ് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ, വയറ് തൃപ്തിയാക്കണമെന്നുണ്ടെങ്കിൽ, വിശപ്പടക്കണമെന്നുണ്ടെങ്കിൽ 5000 അപ്പങ്ങൾ വേണ്ട, 5 അപ്പം മതി. അത് കുറച്ച് അപ്പങ്ങളിൽ നിന്ന് അധികം അപ്പങ്ങളിലേക്ക് മാറ്റാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. പ്രിയമുള്ള, ഇതാണ് വിശ്വാസം. ഇതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവരുടെ മുമ്പിൽ വലിയൊരു പ്രതിബന്ധമായിട്ട് ചെങ്കടൽ, അല്ലേ, ചെങ്കടൽ ഇങ്ങനെ നെഞ്ച് വിരിച്ചിങ്ങനെ നിൽക്കണേണ്. പ്രതിബന്ധമാണ്. ഇത്രയും വരുന്ന ഏകദേശം വിശുദ്ധഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ 27 ലക്ഷം പേരുമായിട്ടാണ് മോശ യാത്ര ചെയ്യുന്നത്. 27 ലക്ഷം പേര്. അങ്ങനെ 27 ലക്ഷം പേരുമായിട്ട് മോശ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത് വലിയൊരു പ്രതിബന്ധമായിട്ട് ഇങ്ങനെ കടലിങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും? നമ്മൾ സത്യം പറഞ്ഞാൽ ആ മോശയുടെ ആ സമയത്തെ മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കി എടുക്കണം നമ്മൾ. ഇത്രയും ജനം മോശയെ വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിച്ച് അവിടെ നിന്ന് ഫറവോയിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോരുമ്പോഴേക്കും ഈ കടൽ ഇവിടെ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ഇത്രയും വലിയ, ഞാൻ വെറുതെ ഒന്ന് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ. ചെങ്കടലിൻ്റെ നീളവും വീതി ഏകദേശം 2250 കിലോമീറ്ററാണ് അതിൻ്റെ നീളം പറയുന്നത്. അതിൻ്റെ വീതി പറയുന്നത് 355 കിലോമീറ്റർ വീതിയാണ് പറയുന്നത്. ഈ പറയുന്ന ചെങ്കടൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര എളുപ്പം. പക്ഷെ കർത്താവ് പറയും, മോശയുടെ കയ്യിലെ വടി, ഇത്രയും നീളവും വീതിയുമുള്ള ചെങ്കടൽ കടക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ പരിഹാരത്തിനായിട്ട് കൊടുത്തത് ഒരു 6 അടി പോലും നീളമില്ലാത്ത മോശയുടെ കയ്യിലെ കർത്താവ് നൽകിയ വടിയാണ്. നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച പ്രിയമുള്ള, ഇത്രയും വലിയ കടലിനെ വിഭജിക്കാൻ വേണ്ടി മോശ ഉപയോഗിച്ചത് ഇത്രയും നീളമുള്ള ഒരു വടിയാണ്. കർത്താവിന് കുറച്ചു മതി. വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ, വലിയ മാറ്റങ്ങൾ വരുത്താൻ, വലിയ വലിയ നവീകരണങ്ങൾ, വിശുദ്ധീകരണങ്ങൾ ഒക്കെ നടത്താൻ വേണ്ടി കർത്താവ് തമ്പുരാന് വലിയ വലിയ പർവ്വത തുല്യമായ വസ്തുക്കളോ വകകളോ ഒന്നും വേണ്ട. ചെറിയ കാര്യം മതി. ഇപ്പോൾ 5000 പേർക്ക് നൽകാനായിട്ട് 5 അപ്പം മതിയായിരുന്നുവെന്ന് ആർക്ക് മനസ്സിലായി? അന്ത്രയോസിന് മനസ്സിലായി. അപ്പോൾ അന്ത്രയോസിൻ്റെ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ ചെങ്കടലുകൾ നമ്മുടെ മുമ്പിൽ മാറിത്തരുന്നത്. അല്ലെങ്കിൽ ചെങ്കടലുകൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ വളരെ ഇങ്ങനെ വൻമതിൽ പോലെ തകർക്കാൻ പറ്റാത്ത, പിളർക്കാൻ പറ്റാത്ത, വിഭജിക്കാൻ പറ്റാത്ത കടലുകളായിട്ട്, പ്രതിബന്ധങ്ങളായിട്ട് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. പഴയ ട്രാൻസ്ലേഷനിലായിരുന്നു ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നത്. പുതിയ POC ബൈബിളിൻ്റെ വിവർത്തനത്തിൽ ആശ്വാസം നൽകാം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാമെന്ന്, ഐ വിൽ ഗീവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിശ്രമത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എപ്പോഴാണ്? നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ മാത്രം. അതുകൊണ്ട് നമുക്ക് ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ പ്രിയമുള്ളവരെ.
അന്ത്രയോസിനുണ്ടായിരുന്ന വിശ്വാസം കർത്താവിന് കുറച്ച് മതി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ. വലിയ ധാരാളമൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ചെറിയ കടുക് മണിയോളം വിശ്വാസം മതി. വലിയ വിശ്വാസമൊന്നും വേണ്ടെന്ന് പറയാം. കടുക് മണിയോളം വിശ്വാസം മതി നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിന് കാരണമാകാൻ. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനത്തിലൂടെ അന്ത്രയോസിനെ പോലെ കുറച്ചു മതിയല്ലോ കർത്താവേ എന്ന് ചോദിക്കാൻ വേണ്ടി. കൈ കഴുകി പിന്മാറാനല്ല പഠിപ്പിക്കുന്നത് വചനം. വചനം പറയുന്നത് കർത്താവിന് കുറച്ചു മതി, കർത്താവിൽ വിശ്വസിക്കുക, അവൻ വലുതാക്കി തരും നമുക്ക്. അതിന് ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളിന്ന് ഈ വചനത്തിലൂടെ കേട്ടതുപോലെ കർത്താവിന് കുറച്ചു മാത്രം മതി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയെന്ന് അന്ത്രയോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റട്ടെ. അങ്ങനെ വലിയ ചെങ്കടലുകൾ നെഞ്ചു വിരിച്ചിങ്ങനെ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴേക്കും കടുകുമണിയോളം വിശ്വാസത്താൽ അതിനെ പിളർക്കാനും മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. സർവശക്തനായ ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം പേരിലുള്ള വിശുദ്ധന്മാർ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ കാവൽമാലാഖമാർ, സ്വർഗത്തിലെല്ലാ സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസപിതാവിനോടൊക്കെ ചേർന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സത്യസ്നേഹസ്വരൂപനേ. സത്യസ്നേഹസ്വരൂപനേ. മിത്രമായെന്റെ ഹൃദയത്തിൽ വന്നു വാഴുവാൻ കൃപയാകണേ. വാഴുവാൻ കൃപയാകണേ. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ സ്വീകരിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ, കൂടുതൽ ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ദിവസം വളരെ ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും കാർഡിനാൾമാരോടും ബിഷപ്പന്മാരോടും വൈദികരോടും സന്യാസികളോടും അൽമായരോടൊക്കെ ചേർന്നുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരൊക്കെ പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. പരസ്പര ജപമാല ചൊല്ലിയും മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ പ്രഭാത വിരുന്നിലൂടെ നമുക്ക് പരസ്പരം ശക്തിപ്പെട്ട് ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.